ആ പോയ ആളെ അച്ഛൻ അറിയാമോ? ഈ നാട്ടിലെ വലിയ പ്രമാണിയാണ്. പൂത്ത കാശ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാ. അതെ, ആ വണ്ടി എന്തോ സാധനം പോയല്ലോ. ഓയ് ആ പോട്ടച്ചോ, കൊള്ളപ്പലിശ വാങ്ങിച്ച് ജീവിക്കുന്നവനാ. അവൻ്റെയൊക്കെ ഇങ്ങനെങ്കിലും അങ്ങ് പോട്ടെ. അമ്മ, ക്രിസ്മസ് ഒക്കെ അല്ലേ? എൻ്റെ സ്കൂളിലെ കുട്ടികളെല്ലാം ക്രിസ്മസ് കേക്ക് വാങ്ങി. എന്നോട് ചോദിച്ചു, ഞാൻ വാങ്ങിച്ചെന്ന് കള്ളം പറഞ്ഞു. എനിക്കൊന്ന് വാങ്ങിച്ചു തരൂ? മേടിക്കാം മോനെ. ഇന്നത്തെ പണി കഴിയുമ്പോഴേ ഇവിടുത്തെ മുതലാളി നമുക്ക് പൈസ ചോദിക്കാം. ആ പൈസ കിട്ടുമ്പോൾ എൻ്റെ കുഞ്ഞിന് സ്റ്റാറും കേക്കും ഒക്കെ മേടിച്ചു തരാം കേട്ടോ. ആ മുതലാളി വന്നല്ലോ, നമുക്ക് പോകാം. ഇവിടെ അത്ര അഴുക്കാണല്ലോടി. നീ പിന്നെ രാവിലെ മുതൽ ഇവിടെ എന്നാ ഉണ്ടാക്കുമായിരുന്നു? നീ പോകാനിറങ്ങി നിൽക്കുകയെന്ന്. ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിലും പോകുന്ന കാര്യത്തിൽ ഭയങ്കര ഉത്തരവാദിത്തം. ആ സാധനം ജോലി ചെയ്യുന്ന കാര്യത്തിലൂടെ കാണിക്കും കേട്ടോ. ഇന്ന് വിളയും കൂടെ കൂട്ടിക്കൊണ്ടാണോ വന്നേ? ആ, അപ്പം പിന്നെ സമയം പോകാൻ അവനെ കൊണ്ട് വേറെ കാര്യമൊന്നും തപ്പണ്ടല്ലോ, ഇല്ലയോ? മുതലാളി, ഞാനൊരു കാര്യം ചോദിക്കാനാണ് നിന്നത്. എന്നാ? നാളെ ക്രിസ്മസ് ഒക്കെ അല്ലേ? അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ചന്തയിൽ പോയി ഒരു കേക്ക് മേടിച്ച് കൊടുക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിനൊരു കേക്ക് മേടിച്ച് കൊടുക്കായിരുന്നു. അവളോട് പറ, വേറൊരു വീട്ടിൽ ഇതുപോലെ എന്ന് ജോലി ചെയ്യാൻ പറ. അപ്പൊ അവിടുന്ന് കിട്ടിയ ശമ്പളത്തിൽ അവക്കൊരു കേക്ക് മേടിക്കാമല്ലോ. അപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് നടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? അയ്യോ, ഇതാരാ അച്ഛനോ? യേശുമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കും. അയ്യോ, ആ വേലക്കാർ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ചായ എടുക്കായിരുന്നു. ഓ, അതിന്റെ ഒന്നും ആവശ്യം വേണ്ടല്ലോ അല്ലേ? വേണ്ട. ഞങ്ങൾ അത്യാവശ്യമായിട്ട് ചാണ്ടിക്കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്ന. അയ്യോ, എന്നാ ഈ പ്രാവശ്യം ക്രിസ്മസിന് നമ്മൾ കരോൾ ഇറങ്ങുമ്പോൾ ഈ നമ്മുടെ ഇടവയിലുള്ള പാവപ്പെട്ട വീടുകൾക്കൊക്കെ ഒരു ക്രിസ്മസ് സമ്മാനം പൊതിയായിട്ട് കൊടുക്കണം. ഞാൻ എന്നാ ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? അതിന് ചാണ്ടിക്കുഞ്ഞിനെ പോലുള്ളവരുടെ ഒരു അകമഴിഞ്ഞ സഹായം ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തുള്ളേ. അച്ഛൻ എന്നാ ഉദ്ദേശിക്കുന്നത് തെളിച്ചങ്ങ് പറഞ്ഞോ. സാമ്പത്തികമായിട്ട് നമുക്കൊരു സഹായം ഉണ്ടാവണം. അച്ഛാ, സത്യം പറഞ്ഞ അകം വേകുന്നത് പുറമറിയണ്ട എന്നുള്ളൊരു ചൊല്ലില്ലേ? അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നതേ ഉള്ളൂ. അതെ, വരവാ. അച്ഛൻ കണ്ടവർക്കും സ്വർണ്ണമാണ്, വലിയ വീടും കാറും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആ വേലക്കാർ ചോദിച്ചിട്ട് 1000 രൂപ എന്നെ കൊടുക്കാറില്ലാത്ത എൻ്റെ വിഷമം എനിക്കറിയാം. അപ്പോൾ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് അച്ഛൻ ഇപ്പം പറഞ്ഞില്ലേ ഒരു സമ്മാനത്തൊടിയുടെ കാര്യം? ആ പൊതി ശരിക്കും ഇപ്പോൾ എനിക്കറിയണ്ടേ അല്ലയോ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു സമ്മാനപ്പൊതി എനിക്കറിയണ്ടേ. അതിന് വേറെന്തെങ്കിലും പറയാനുണ്ട്? ഓ, ഇനിയിപ്പം വേറെന്തോ പറയാനാ ചാണ്ടിക്കുഞ്ഞ്? എന്നാ പിന്നെ ഇറങ്ങാം അല്ലേ? ശരി. എന്നാ പിന്നെ അടുത്ത വീട്ടിലോട്ട് വന്നാൽ ശരി. ഞാൻ അച്ഛനോട് പറഞ്ഞില്ല, അറുപിശകനാ. ഹാപ്പി ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ തന്മനസ്സുള്ളവർക്ക് സമാധാനം. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു, ഹൃദയന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു, ഹൃദയത്തിനൽ താരയിൽ വന്നു അഴകിൽ പൂർണ്ണമാക്കി. നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു, നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. മോളിങ്ങി വന്നേ. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ക്രിസ്മസ് സമ്മാനം കേട്ടോ. മോള് മെഡിക്കായി പഠിക്കുക കേട്ടോ. ഇതിരിക്കട്ടെ, ഒന്നും വിചാരിക്കണ്ട. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പഠിക്കണ്ട. ഈ ദൈവങ്ങളൊക്കെ ഒന്നാടോ. അപ്പം ഈ ക്രിസ്മസ് സന്തോഷമായിട്ടിരിക്കുക.
ഹാപ്പി ക്രിസ്മസ്. അയ്യോ, ആ ചാണ്ടിക്കുഞ്ഞിന് സമ്മാനപ്പൊതി കൊടുക്കാൻ മറന്നുപോയല്ലോ. വാ, എന്നാ ചാണ്ടിച്ചാന് തരാനുള്ള സമ്മാനപ്പൊതി തരാൻ മറന്നുപോയി. ഓഹോ, ഇതപ്പോ സന്തോഷമായിട്ട് അങ്ങോട്ട് സ്വീകരിക്കാം. അയ്യോ പിന്നെന്താ, വളരെ സന്തോഷം. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് കേട്ടോ, എല്ലാവർക്കും വളരെ സന്തോഷം കേട്ടോ. അയ്യോ, അച്ഛൻ എത്ര നല്ലവരാണ്, പറഞ്ഞ വാക്കങ്ങ് പാലിച്ചു. അങ്ങനെ ചാണ്ടിക്കുഞ്ഞിന് ക്രിസ്മസിന് സമ്മാനപ്പൊതി. കർത്താവേ.